ഈ KSUവിന്റെ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ് പിന്നീട് ഈ സംഘർഷത്തിൽ ഈ പ്രശ്നം ആരംഭിച്ചത് KSUവിടെ യൂണിറ്റ് എടുത്ത മുതലാണ്. ഇവിടെ യൂണിറ്റ് കമ്മിറ്റി എടുത്തു KSU പ്രവർത്തനമായി മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയവിടെ ഇവിടെ KSU ബിരിയാണി ചലഞ്ച് വെച്ചു. അതിന്റെ ഭാഗമായി KSUവിടെ ഒരു പോസ്റ്റ് ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ. ആ പോസ്റ്റിനിടയിൽ കമന്റ് ഇട്ട 2 വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. അതിനുശേഷം KSUവിടെ കൊടിമരം വെച്ചു. ആ കൊടിമരം നശിപ്പിച്ചു. അതിനെല്ലാം ചോദ്യം ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ പ്രിൻസിപ്പാൾ സംസാരിക്കാൻ വേണ്ടി വന്ന KSU നേതാക്കന്മാരാണ് ഇവർ മർദ്ദിച്ചത്. എന്ത് കാരണം മർദ്ദിക്കുമ്പോൾ പറയുന്ന കാരണം കേട്ടില്ലോ? നിങ്ങൾ ഇവിടെ KSUവിടെ വർക്ക് ചെയ്യാൻ വിടില്ല, KSUവിനെ യൂണിറ്റ് കമ്മിറ്റി പ്രവർത്തിക്കാൻ വിടില്ല, KSU നേതാക്കന്മാരെ ഇതിന്റെ അകത്ത് കടത്താൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആക്രമിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റ് ഒരു കൊടി അവിടെ കെട്ടി. ആ കൊടി അപ്പാടെ നശിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ പേരിൽ അക്രമം അയച്ചു വിട്ടു. അക്രമം അയച്ചു വിട്ടതിനു ശേഷം ഞങ്ങളെ എല്ലാവരും പോലീസുകാർ തള്ളി പുറത്താക്കി. ആക്രമിച്ച ശേഷം SFIക്കാർ ആക്രമിച്ച ഞങ്ങളെയാണ് പോലീസുകാർ തള്ളി പുറത്താക്കുന്നത്. ആ സമയത്ത് നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് അകത്ത് കുടുങ്ങിപ്പോയി. അവനെ ക്രൂരമായി മർദ്ദിച്ചു. ആ ക്രൂരമായി മർദ്ദിച്ച ശേഷം അവനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെയുള്ള പോലീസുകാർ അവനെ പുറത്തു കൊണ്ടുവന്നത്. ആ പുറത്ത് കൊണ്ടുവന്ന സമയത്ത് ഞങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അകത്ത് പ്രവേശിപ്പിക്കാതെ SFIക്കാർക്ക് അടിക്കാൻ ഇട്ടുകൊടുത്തത് ഇവിടുത്തെ പോലീസുകാരാണ്. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ വന്നത് ഈ ക്യാമ്പസിൽ ജനാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ വന്നത് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയാണ്. നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ ധരിച്ച ഷർട്ടും എന്റെ കൈയും എന്റെ മുതുക്കും എന്നെ അടക്കം എല്ലാവരും ക്രൂരമായി ഇവിടുന്ന് മർദ്ദിക്കുകയാണ്. എന്താണ് ഇതിന്റെ അവസ്ഥ?